സിംബെ മുകളിലിരുന്നിട്ട് അവൻ്റെ ബെഡിലിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അവൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. സ്ഥിരം പാടത്തേക്കാണോ നോക്കിയിരിക്കുക അവൻ്റെ കാഴ്ചകൾ. അപ്പോൾ നല്ല അടിപൊളി അവിടെ ബേഡ്സുകളുണ്ട്. അപ്പോൾ ഇന്നോടെ വന്നിട്ട് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ഹെഡഡ് ഐബീസ് എന്ന് പറഞ്ഞൊരു കൊറ്റിയാണ്, വലിയ കൊറ്റി. വിദേശിനം കൊക്കുകളാണെന്ന് തോന്നുന്നു. നല്ല രസമാണ്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. സാധാ കൊക്ക് അവിടെ അടുത്തിരിക്കുന്നുണ്ട്, കാണുന്നു. അതിനെക്കാട്ടും നല്ല വലിയ, അതിൻ്റെ ഏകദേശം പകുതിയോളം വലിപ്പമുണ്ട് ഇവൻ്റെ ഒരു വലിയ കൊക്ക് തന്നെ. അതുപോലെ കാലും നല്ല ഉറപ്പുള്ള നല്ല ബ്ലാക്ക് കാലാണ്. പിന്നെ കൊക്കിൻ്റെ ഉൾഭാഗത്ത് ചിറകിന് അടിഭാഗത്തായിട്ട് കൊക്കിന് വിടർത്തുമ്പോൾ കാണാം റെഡ് വരകൾ കാണാം, ബ്ലഡ് പോലെ. നല്ല രസമാണ് കാണാം, കണ്ടോ. നല്ല അത്യാവശ്യം നല്ല പവറുള്ള കൊക്കുകളും കാലുകളാണ് അവർ. പറക്കുമ്പോൾ നല്ല വലിയൊരു പക്ഷി പറക്കുന്നൊരു ഫീലാണ് അവർക്ക്. അപ്പോൾ അതിനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ സിംബ. അപ്പോൾ ഞാനും അത് നോക്കിയിരുന്നു. തോടുണ്ട് അവിടെ, മീനുണ്ട്, പിന്നെ ഞവഞ്ഞി എന്ന് പറയുന്ന സാധനം, കക്ക, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ കൊത്തി തിന്നെയാണ്. അവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മഴ ആസ്വദിച്ചിട്ടാണ് അവരവിടെ ഇങ്ങനെ മീനൊക്കെ പിടിക്കുകയാണ്. സിംബാനെ നോക്കിയിരിക്കുമ്പോൾ നിൽക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കണ്ടോ, അത് കണ്ടോ, ആ ചെറുകിനടിയിൽ ആ റെഡ് ഇനിയും പറക്കും. അപ്പോൾ കാണാം നമുക്ക്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സാധാ കുക്കർ കാണുന്നു, എഗ്രറ്റ്, കാറ്റിൽ എഗ്രറ്റ് എന്ന് പറയും. ആ ചെറുത് പോകുന്നു കണ്ടോ, വീണ്ടും ചെറുകിനടിയിൽ ആ റെഡ് കളർ. അങ്ങനെ നല്ല രസമാണ്. ഏകദേശം 11ഓളം തരം കൊക്കുകൾ നമ്മുടെ ഈ പാടത്തൂടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, കാണാറുണ്ട്. അത്യാവശ്യം കൊക്കുകൾ കാണാം ഒരുപാട്. പിന്നെ മയിൽ, പിന്നെ ഒരുപാട് ബേഡ്സുകളുണ്ട് ഇവിടെ. ഭയങ്കര രസമാണ് കാണാൻ. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. സിംബ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണപ്പോൾ.